ഹായ്, എല്ലാവർക്കും ഗോവൻ വ്ലോഗ് 6ലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ബീഫ് ഫ്രൈഡ് റെസിപ്പിയാണ്. ഇപ്പോൾ നമ്മുടെ ഉരുളി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിലോട്ട് കുറച്ച് പെരിഞ്ചീരകം, തേങ്ങക്കൊത്ത്, ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇഞ്ചി ഇട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് സോട്ടായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കുക. സവോള ഇട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് സോട്ട് ചെയ്ത് ചെറിയൊന്ന് കളറൊക്കെ മാറി ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പം ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ ബീഫിൻ്റെ പീസസ് നമ്മൾ കുക്കറിൽ ചെറിയ തീയിൽ 3 പ്രാവശ്യം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് ബീഫിൻ്റെ പീസസും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. ബീഫിൻ്റെ പീസസ് നമ്മൾ വെള്ളം കളഞ്ഞ് ഇട്ടതിന് ശേഷം അതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് ഇളക്കി സവോളയൊക്കെ ആയിട്ട് ബീഫ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും അതിലോട്ട് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ കിട്ടാനായിട്ട് നിങ്ങൾ ബെല്ലൈക്കണും കൂടി ഒന്ന് നിർത്തണം. ഇപ്പം നമ്മൾ മസാലയൊക്കെ ഇട്ടു. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതൊന്ന് മിക്സ് ചെയ്ത് ആ മസാലയുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറി അതൊന്ന് നന്നായിട്ട് വഴണ്ടി കിട്ടണം. ഇപ്പം നല്ല സ്വാദിഷ്ടമായ ബീഫ് ഫ്രൈ ആണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത് ബീഫിൻ്റെ വെള്ളമുണ്ട്, അതിൻ്റെ പൊക്കത്ത് ഇങ്ങനെ നെയ്യ് ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ നെയ്യ് കുറച്ച് ഒഴിച്ചു കൊടുക്കണം. അപ്പം നെയ്യ് ഇങ്ങനെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ബീഫ് ഫ്രൈക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം നെയ്യ് ഇഷ്ടമില്ലാത്തവർ കാണും, ഇഷ്ടമില്ലാത്തവർക്ക് ആഡ് ചെയ്യണമെന്നില്ല. അല്ലാത്തവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം നമ്മുടെ നെയ്യൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് നമ്മുടെ സ്വാദിഷ്ടമായ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും എല്ലാം കഴിക്കാവുന്നതാണ്. അപ്പം നന്നായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.